ത്രിപുരയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. 16-ാം തീയതിയാണ് വോട്ടെടുപ്പ്. ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. സഖ്യത്തിലൂടെ അധികാരത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും CPM-ഉം. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നു. ആന്റണി, ത്രിപുരയിലെ വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. അതുപോലെ തന്നെ BJP ഭരണം നിലനിർത്താനുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് BJP-യും. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആതിര, മറ്റന്നാളാണ് ത്രിപുര പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അതിന്റെ മുന്നോടിയായി പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനമാവുകയാണ്. വലിയ കാടിളക്കിയുള്ള പ്രചരണ കാലമാണ് ത്രിപുരയിൽ നടന്നത്. BJPക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് 4ഓളം റാലികളിലാണ് സംസാരിച്ചത്. അദ്ദേഹം 2 ദിവസങ്ങളിലായി ത്രിപുരയിൽ എത്തുകയുണ്ടായി. അതുപോലെ തന്നെ CPM-ന് വേണ്ടി സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ എത്തി. മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളൊന്നും അവിടേക്ക് എത്തിയിരുന്നില്ല. ഏതായാലും വലിയൊരു പ്രചാരണ കാലത്തിന് ശേഷം ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ത്രിപുര. 60 സീറ്റുകളിലേക്കാണ് ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ BJP, അതുപോലെ തന്നെ കോൺഗ്രസ്, CPM സഖ്യം, തൃണമൂൽ കോൺഗ്രസ്, തിപ്രമോദ ഗോത്രവർഗ മേഖലയിൽ നിന്നുള്ള തിപ്രമോദ പാർട്ടി, ഇങ്ങനെ 4 പാർട്ടികളാണ് മത്സരിക്കുന്നത്. BJP 55 സീറ്റുകളിലും അതുപോലെ തന്നെ 5 സീറ്റുകളിൽ സഖ്യകക്ഷിയായ IPFT, കോൺഗ്രസ് CPM സഖ്യത്തിൽ 43 സീറ്റുകളിൽ CPM-ഉം ബാക്കി 17 സീറ്റുകളിൽ കോൺഗ്രസും, ഓരോ സീറ്റുകളിൽ വീതം ഫോർവേഡ് ബ്ലോക്ക്, CPI ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികളുമാണ് മത്സരിക്കുന്നത്. തിപ്രമോദ പാർട്ടി 42 സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. കാരണം കഴിഞ്ഞ തവണത്തെ ഭരണം ഇത്തവണ തുടർച്ചയാ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത്. പ്രധാനമന്ത്രി അടക്കം ഇറക്കിയുള്ള പ്രചരണമാണ് BJP നടത്തിയത്. ഈ പ്രചരണത്തിലൊക്കെ പ്രധാനമായും അവർ ഉയർത്തിക്കാട്ടിയത് ഈ CPM കോൺഗ്രസ് സഖ്യത്തെയാണ്. കേരളത്തെ ഉൾപ്പെടെ ഉദാഹരിച്ചുകൊണ്ടാണ് ഈ പ്രചരണ കാലത്ത് ഈ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ സഖ്യത്തിനെതിരെ രംഗത്ത് വന്നത്. കേരളത്തിൽ തമ്മിൽ തല്ലുകയും ഇവിടെ എത്തുമ്പോൾ അത് ഒരുമിക്കുകയും ദോസ്തിയാവുകയും ചെയ്യുന്നു എന്നുള്ളൊരു ഒരു കാര്യമാണ് പ്രധാനമായും പ്രധാനമന്ത്രി പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പഴയ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രചരണമാണ് നടത്തുന്നത് BJP നടത്തുന്നത്. അതേസമയം CPM-ഉം കോൺഗ്രസും കൈകോർത്ത് BJP-യുടെ ഈ വികസന വിരുദ്ധ നിലപാടുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളൊരു പ്രചരണ കാലമാണ് CPM നടത്തിയത്. CPM പ്രധാനമായും അവരുടെ പ്രകടന പത്രികയിലൊക്കെ പറയുന്ന ഒരു കാര്യം ഈ പഴയ പെൻഷൻ രീതിയിലേക്ക് തിരികെ പോകുമെന്നുള്ളതാണ്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പഴയ രീതിയിലേക്ക്, ഇപ്പോൾ പങ്കാളിത്ത പെൻഷനാണ് നടക്കുന്നത്, അതിന് പകരം പഴയ പെൻഷൻ രീതിയിലേക്ക് മടങ്ങിപ്പോകുമെന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത്. അതിനെതിരെ BJP-യും രംഗത്തെത്തിയിട്ടുണ്ട്. BJP കേരളത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഈ വാഗ്ദാനത്തെ പ്രതിരോധിക്കുന്നത്. കേരളത്തിൽ ഇതുവരെയും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചിട്ടില്ല എന്ന ഒരു മറുതന്ത്രം ഉയർത്തിയാണ് BJP അവിടെ പ്രതിരോധം തീർക്കുന്നത്. ഏതായാലും മറ്റന്നാളാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും CPM-ഉം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ കൈകോർത്ത് മത്സരിക്കുന്നത്. അതേസമയം ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന ആ പ്രചരണത്തിലൂടെ കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന പ്രചരണത്തിലൂടെ ആന്റണി, ത്രിപുരയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. 16-ാം തീയതിയാണ് വോട്ടെടുപ്പ്. ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. സഖ്യത്തിലൂടെ അധികാരത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും CPM-ഉം ഉള്ളത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജോർജ്.